എടാ ഞാൻ തോറ്റതിന്റെ കാരണം നിങ്ങൾക്കറിയാമോ? അയ്യോ എന്താ? അതാ എനിക്കും അറിയാം. അമ്മയ്ക്ക് അറിയത്തില്ലുണ്ടല്ലോ, ഞാൻ പറഞ്ഞു തരാം. കഴിഞ്ഞ വട്ടം അമ്മയ്ക്ക് കിട്ടിയ ദുരിതാശ്വാസ ഫണ്ട് അമ്മ എന്ത് ചെയ്തു? ചെലവാക്കിയോ? ആ, എനിക്കൊരു ദുരിതം വന്നപ്പോ ആശ്വാസമാവട്ടെന്ന് വിചാരിച്ച് ഞാനും ചെലവാക്കി. അമ്മയ്ക്ക് ഇതിന് മാത്രം എന്ത് ദുരിതോ വന്നത്? നിന്റെ കല്യാണം. അങ്ങനെയാണെങ്കിൽ പകുതി ഫണ്ട് അളിയന് കൊടുക്കായിരുന്നു. അതെന്ത്? അളിയന്റെ മെയിൻ ദുരിതമാണല്ലേ ഈ നിക്കണം. പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞേക്കാം. അല്ല, അമ്മേന്റെ അടുത്ത് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ വാർഡിൽ ഒന്നും വേറെ ആൾക്കാരില്ലാഞ്ഞിട്ടാണോ അമ്മയെ പിടിച്ച് ആര് ഇലക്ഷന് നിർത്തിയത്? എടി, ഇത്ര വിവരവും വിദ്യാഭ്യാസവും സൗന്ദര്യം എന്നെ അല്ലാതെ പിന്നെ ആരെ അടി നിർത്തുന്നത്? ഇതുണ്ടല്ലോ, ആ 13-ാം വാർഡിലെ ബുഹാരി അണ്ണനും നിങ്ങളുടെ മണുക്ക് മോനും മാത്രമേ പറയത്തുള്ളൂ. ബാക്കി ഇവിടെ ഉള്ള ഈ മെമ്പർമാരൊക്കെ അമ്മ തോറ്റന്റെ കാര്യം എന്തുവാ പറയുന്നതെന്ന് അറിയാവോ? എന്തുവാ? ഇൻഎബിലിറ്റി ടു ഫുൾഫിൽ ദ പ്രോമിസ് യു ഹാവ് ഗിവൻ. ഇൻഎബിലിറ്റി ടു ഫുൾഫിൽ ദ പ്രോമിസ് യു ഹാവ് ഗിവൻ. ഇവൻ ഇവൻ എനിക്ക് വോട്ട് പോലും ഇല്ല, പിന്നെ ഞാൻ അമ്മയെ തോപ്പിക്കണ. നീ എന്നെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇവൻ ഇവൻ നല്ലടാ, ഇവൻ ഞാൻ പൊട്ടനാരി. എടാ, ഞാൻ തോറ്റത് മനഃപൂർവ്വം അല്ലടാ. അയ്യോ, പിന്നെ അവരെല്ലാരും കൂടെ എന്നെ തോപ്പിച്ചതാ. 15, 16, 17 വാർഡാ എന്നെ തോപ്പിച്ചത്. അതെനിക്ക് നന്നായിട്ട് അറിയാം. അമ്മ തോറ്റെങ്കിൽ തോറ്റെന്ന് സമ്മതിക്കണം. സമ്മതിച്ചു. അയ്യോ, അങ്ങനെ സമ്മതിക്കരുത്, സ്കിറ്റ് മുന്നോട്ട് കൊണ്ടേ. സമ്മതിച്ചില്ല, തോറ്റ ചരിത്രം കേട്ടിട്ടില്ല. പിന്നെ തോറ്റിട്ടില്ലെന്ന്. എന്റെ പൊന്നമ്മ, എന്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഒരു വോട്ട് പോലും കിട്ടാത്ത ഇമാതിരി നാണം കെട്ട തോൽവി ഞാൻ കണ്ടിട്ടില്ല. നിനക്കൊന്നും പറയാനില്ലടേ? ഞാനും കണ്ടിട്ടില്ല അമ്മ. അമ്മയാണ് സത്യം, ഞാൻ കണ്ടിട്ടില്ല. അല്ലല്ല, ഞാൻ അമ്മയോട് ഒരു കാര്യം ചോദിക്കട്ടെ. അമ്മയുടെ ഒരു വോട്ട് എവിടെ പോയി? അതിപ്പോ ഇവിടെ പറഞ്ഞ ക്ലൈമാക്സ് ഞാൻ എന്തോ എടുത്ത് പറയും. അതുകൊണ്ട് ആ ചോദ്യം സ്കിപ്പ് എടുത്ത് കളഞ്ഞേരും. ഓക്കെ. എന്നാ പോസ്റ്റൽ വോട്ട് എന്തിയേ? പോസ്റ്റ്മാന്റെ വോട്ട് 3-ാം വാർഡിലല്ലേ അമ്മ? അതിവിടെ അല്ലേ പാടി കഴിച്ചു. അതോടെ പോയമ്മ. അയ്യോ, എനിക്ക് നേരെയാ ക്വസ്റ്റ്യൻ. പോസ്റ്റൽ വോട്ടൊക്കെ വരാൻ താമസിക്കുമെന്നും പറഞ്ഞേ ഞാൻ അവരോട് പറഞ്ഞാലും തലേന്ന് അതെടുത്തൊന്ന് വാട്സപ്പിൽ ഇട്ടേക്കണെന്ന്. അവരെണ്ണിയില്ലടാ. അത് ഗ്രൂപ്പ് വാട്സപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിനെ സെലക്ട് അല്ലേ എന്റെ പൊന്നമ്മ. ഇത് ഇലക്ഷന് നിന്ന് തോറ്റിട്ട് ഇപ്പൊ തലേ മുണ്ടിട്ടല്ലാതെ ബാക്കിയുള്ളവർക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റുന്നില്ല. ഞാനാണെങ്കിൽ മുണ്ടോലും ഇല്ലാതെ ഇറങ്ങണ തലയില്. അമ്മയുടെ അടുത്ത് ഒരു കാര്യം പറയാം. ഇനി 1 മാസത്തേക്ക് അമ്മ ഈ വീടിന് പുറത്തിറങ്ങണ്ട. അയ്യോ, അത് പറ്റത്തില്ല. മറ്റേനാള് സത്യപ്രതിജ്ഞ എനിക്ക് പോണം. അതിന് അമ്മ തോറ്റതല്ലേ. തോറ്റാലെന്തുവാ? ജയിച്ചാൽ ഉടുക്കാൻ വെച്ചിരുന്ന പട്ടുസാരി പിന്നെ ഞാൻ ആരെ കൊണ്ട് കാണിക്കും? നമുക്ക് പോവാ. മേടിച്ചാലാണോ? നീ ഒറ്റൊരുത്തനാടാ ഈ അമ്മയ്ക്ക് വളം വെച്ച് കൊടുക്കുന്നത്. വീട്ടിൽ 4 വാഴയുണ്ട്. അതിന് വളവിടാൻ പറഞ്ഞാൽ കേൾക്കാത്ത വാഴ 3 ആണ് എനിക്ക് വളവിടാൻ നടത്തുന്നത്. എന്തു ചെയ്യാനാണ്? നിങ്ങൾ 2 പേരും വിഷമിക്കണ്ട. ഞാൻ വേറൊരു തന്ത്രം ആവിഷ്കരിച്ചിട്ടുണ്ട്. അതെന്നാ? ഞാൻ ഇനി MP സ്ഥാനത്ത് മത്സരിക്കാൻ പോവാ. കേട്ടിട്ടില്ലേ? വരൂ. തീയിൽ കുരുത്താ വെയിലത്ത് വാടില്ല. അമ്മ, MP സ്ഥാനത്തോട്ട് മത്സരിക്കാൻ കുറഞ്ഞത് 10-ാം ക്ലാസ്സെങ്കിലും പാസ്സാവണം. ഓഹോ, എന്നാ ചരിത്രം മാറാൻ പോകുന്നു. എന്താ നോക്കി നിൽക്കുന്നത്? ഒരു മ്യൂസിക് വരേണ്ട സമയല്ലേ ഇപ്പൊ? ആ മ്യൂസിക്കാര് അവിടെ കിടന്ന് ഉറങ്ങാൻ തോന്നണേട്ടാ. അമ്മ എന്തായാലും കാര്യം പറയാമാ. ചരിത്രം വഴി മാറാൻ പോകുന്നു. തീയിൽ കുരുത്തത് ചെലപ്പം വെയിലത്തൊന്ന് വാടും. കേട്ടോ മ്യൂസിക് ഇടാത്തതില്. എന്റെ ആയിരിക്കും. അമ്മയ്ക്ക്. ഹലോ. ഓഹോ, എടാ, നീ ആ വോട്ടിന് കൊണ്ടുപോയ തുണ്ടിലെ രാധാമണിയമ്മ എന്തിയാടാ? അയ്യോ അമ്മ വോട്ടിടെ എടുത്തോണ്ട് വരാല്ലേ പറഞ്ഞോളൂ, തിരിച്ചു കൊണ്ടുവിടാൻ പറഞ്ഞില്ലല്ലോ. എവിടെ കൊണ്ട് വെച്ചടാ? ഞാൻ UP സ്കൂളിന്റെ മതിലിൽ ചാരി വെച്ചിട്ടുണ്ടമ്മ. അമ്മ പേടിക്കണ്ട, തൂത്തുവാരി കളഞ്ഞില്ലെങ്കിൽ ഞാൻ പോയി എടുത്തോണ്ട് വരാം. പോകാൻ വരട്ടെ. അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്താന്ന്? അമ്മയുടെ ആ ഒരു വോട്ട് എവിടെ പോയി?
ഇപ്പൊ സമയം എന്തായി? 6 മിനിറ്റൊക്കെ ആയിട്ടുണ്ട് പറയാം. സമയായില്ലേ? ഞാൻ എന്നാ പറയാം. ഞാൻ എല്ലാരോടും വോട്ട് ചോദിച്ചു. എല്ലാരും പറഞ്ഞു എന്തുവായിരുന്നു എന്റെ പേര്? ഗിരിജാവോ. ഗിരിജാവോസിക്കാണോട്ട്, ഗിരിജാവോസിക്കാണോട്ട്. നീയും പറഞ്ഞില്ലേടാ? പറഞ്ഞായിരുന്നു. നിനക്ക് എവിടുന്നാടാ വോട്ട്? കള്ളം പറഞ്ഞോടാ. അങ്ങനെ പറഞ്ഞപ്പം ഞാൻ വിചാരിച്ചു എതിർ സ്ഥാനാർത്ഥിക്ക് ഒരു വോട്ട് പോലും ഇല്ലല്ലോ, എന്റെ ഒരു വോട്ട് ഞാൻ അങ്ങ് കൊടുത്തടാ. ആകെയുള്ള ഒരേ ഒരു വോട്ട് അതും കൊണ്ട് കളഞ്ഞിട്ട് നിക്കുവാ. പാട്ടൊന്ന് നിർത്തിക്കേ. അതെന്താ ഇപ്പൊ ഒരു മ്യൂസിക്? ഞാൻ അവനോട് പറഞ്ഞായിരുന്നു, ഇങ്ങനെ കളി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പം എവിടാണ് ക്ലൈമാക്സ് എന്ന് തോന്നുന്നെന്ന് വെച്ചാ അവിടെ ഒരു പാട്ടങ്ങിട്ടേക്കാൻ. ഇനിയിപ്പോ എന്തായാലും പുള്ളിയെ പിണക്കണ്ട. അല്ല, അവനത് തോന്നി, അവനത് ഇട്ട്. ഇനിയിപ്പോ എന്തായാലും ഒന്നും കൂടെ പുള്ളിയെ പിണക്കണ്ട. തലയെ കൈ വെച്ചോ. എനിക്ക് ഭയങ്കര പേഴ്സണൽ ഫേവറേറ്റ് ഉള്ള ഒരു മനുഷ്യനാട്ടോ പയ്യൻ. ആദ്യമായിട്ടാണ് പ്രണവിനെ ഒരാള് മനുഷ്യൻ സോറി മുത്തേ, സോറിടാ. അവനെ ചെക്കൻ വിളിക്കട്ടെ, അത് അവന് അതെ, എടാ മുത്ത് 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 മതി. പക്ഷെ എന്താന്നറിയോ, എനിക്ക് മറ്റേ അടിച്ചൂക്കെ എടുക്കട്ടെ അവനെ. അവസാനം അടിപൊളിയായിരുന്നു മുത്തേ. താങ്ക് യു. ഈ ഫാമിലി ഭയങ്കര ക്യൂട്ട് ആയിട്ടുണ്ടല്ലേ ചേച്ചി? ഭയങ്കര കറക്റ്റ്. നല്ല അമ്മ, നല്ല പ്രണവിന്റെ ഐഡന്റിറ്റി അവന്റെ മുടിയായിരുന്നു. അയ്യോ പോയി. അതായത് നമ്മള് മീഷോ ഒന്ന് ഓർഡർ ചെയ്ത് അഖിൽ കവലൂർ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെയായിരുന്നു ഫിഗർ. അപ്പൊ പക്ഷെ എന്താണ് മുടി വെട്ടിയത്? അത് ചുമ്മാ ഒരു ചേഞ്ചിന് വേണ്ടി മുടി വെട്ടിയത്. നല്ല ചേഞ്ച്, വല്ലാത്തൊരു ചേഞ്ച് ആയി. വല്ലാത്തൊരു ചേഞ്ച്. അപ്പൊ എന്തായാലും രാധി ചേച്ചിയുടെ ഈ ഒരു കുടുംബത്തിന് എത്രത്തോളം ബാറ്ററി ചാർജ് കയറി എന്നുള്ളത് നമുക്ക് നോക്കാം, അല്ലേ ശ്വേത ചേച്ചി? യെസ്, നമുക്ക് നോക്കാം. ദാ തിരിഞ്ഞു നോക്കിക്കോളൂ. പണമൊഴുകണ കടി പറന്നിറയേണ്ട ചിരി ചിരി പല ചിരി ധൃതതും തനതാളത്തിൽ ഞാൻ ₹40,000 ആണ് നേടിയിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻ ചേച്ചി. മണി 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 മണി. ഓ, 40,000 രൂപ. കുറച്ചു പേർക്ക് ഒരു 10 കോഴിയൊക്കെ വാങ്ങിച്ചോടി. ക്രെഡിറ്റ് ആയി, സന്തോഷായില്ലേ? അതെ, ആട് വളർത്തലിന് ഒരു ലോൺ. അതവിടെ നമ്മുടെ ഈഗോയെ ഹേർട്ട് ചെയ്തത്. നമ്മുടെ ടീമിനെ നമ്മൾ ഉടൻ തന്നെ ഇറക്കണം. അത് നമുക്കൊരു ഡിസ്കഷൻ വേണം. പോണം.